ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ജെൻഡർ സ്റ്റഡീസ്. അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് എന്താണ് വിഡോഹുഡ് എന്ന് നോക്കാം. 1856 വിധവാ വിവാഹ നിയമം നിലവിൽ വന്നത്. ഇതനുസരിച്ച് വിധവാ വിവാഹം നിയമപരമായിട്ട് അനുവദനീയമാകുന്നത് വരെ ഇന്ത്യയിൽ വിധവാ വിവാഹത്തിനെതിരെയുള്ള ഈവിൾ പ്രാക്ടീസസ്, അതായത് മോശമായ രീതികളെല്ലാം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഉയർന്ന ജാതി ഹിന്ദുക്കൾക്കിടയിൽ ഇത് ഒരു സാമൂഹിക തിന്മയായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ മരണത്തിൽ ഒരു വിധവ അവരോടൊപ്പം മരണം വരിക്കുകയും വിവാഹാവസ്ഥയുടെ പ്രതീകങ്ങളായിട്ടുള്ള വളകൾ, മംഗളസൂത്രം, കറുത്ത മുത്തുകളുള്ള മാല, നെറ്റിയിലെ കുങ്കുമത്തിൻ്റെ അടയാളം ഇവയൊക്കെ നീക്കം ചെയ്യുകയും ചെയ്യണമായിരുന്നു. ലളിതമായ ഭക്ഷണ രീതികൾ, അതും ചെറിയ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. വിധവയായ സ്ത്രീ ലളിതമായ വെള്ള നിറത്തിലുള്ള സാരി ധരിക്കുകയും നഗ്നമായ തറയിൽ ഒരു വൈക്കോൽ പായിൽ ഉറങ്ങുകയും വേണമെന്നുള്ള നിയമം നിലനിന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർ അവളെ കാണുന്നവർ പോലും ഒരു മോശം ശകുനമായിട്ടായിരുന്നു. വിധവയുടെ മേൽ സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ഈ കർക്കശമായ സംവിധാനത്തിൻ്റെ കാരണം ഉമാ ചക്രവർത്തി അവരുടെ ലൈംഗികതയിലേക്ക് നയിക്കുന്നുണ്ട്. അത് വലിയ ആകർഷകത്തിൻ്റെ ഉറവിടമായിരുന്നു. അവരുടെ ഭർത്താവിലൂടെ ഒരു സ്ത്രീ പ്രത്യുൽപാദനത്തിന് കഴിവുള്ളവളായിട്ട് കണക്കാക്കപ്പെട്ടു. ഭാര്യ എന്ന നിലയിൽ അവരുടെ ലൈംഗികത മംഗളകരമായിട്ട് കണക്കാക്കപ്പെട്ടു. എന്നാൽ അവൾക്ക് സമൂഹത്തിൽ ഇടം നൽകിയ ലൈംഗികത തന്നെ വിധവയായപ്പോൾ അവൾക്ക് ശാപമായിട്ട് മാറി. ഭർത്താവിൻ്റെ മരണശേഷം വിധവയുടെ ലൈംഗികത ഇല്ലാതാക്കാൻ ആചാരത്തിൻ്റെ പേരിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിധവയുടെ പുതിയ പദവി അടയാളപ്പെടുത്താൻ അതിനനുസരിച്ചുള്ള ചടങ്ങുകൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപമാനകരമായുള്ള ചടങ്ങിന് വിധേയരാകാൻ വിധവയുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെയ്യപ്പെട്ടു. വിധവകളുടെ ഈ നിർബന്ധ പീഡനത്തെ ഉമാ ചക്രവർത്തി എതിർക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ബ്രാഹ്മണരാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നത്. ഇവർക്ക് ദക്ഷിണ ലഭിക്കുമായിരുന്നു. കാരണം ചെലവഴിച്ച പണത്തിൻ്റെ 4/3 ഭാഗവും ബ്രാഹ്മണർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു വിധവ അവളുടെ തൃപ്തികരമല്ലാത്ത ലൈംഗികതയെ തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മറ്റ് നിരവധി ആചാരങ്ങളുണ്ടായിരുന്നു. ലളിതമായ ഭക്ഷണവും ചെറിയ അളവിലും കഴിക്കാൻ അവൾ അനുവദിച്ചു. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കേണ്ട വ്രതങ്ങൾ അവർ ആചരിച്ചു. അവർ ലളിതമായ വെള്ളസാരി ധരിക്കണമെന്നും നഗ്നമായ തറയിൽ വൈക്കോൽ തറയിൽ ഉറങ്ങണമെന്നും ആഭരണങ്ങൾ ധരിക്കുന്നതും മേക്കപ്പ്